ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ, നമുക്ക് ഇന്ന് നമ്മുടെ നവംബർ മാസത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള നമ്മൾ നോക്കാം. ഇത് സാധാരണ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കുറെ പബ്ലിക് എക്സാമിനേഷൻ്റെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായും ഇതിലുള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഏതൊക്കെ നാളത്തെ 20 മാർക്ക്, മറ്റന്നാളത്തെ 20 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള, അതുപോലെ ഈ 2 ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു PDF നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്കും ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് 5ഉം 6ഉമാണ്. ഈ 2 ചാപ്റ്ററാണ് നമ്മൾ പിന്നെ ഈ മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്നും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരൂ. എന്തായാലും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരികയുള്ളൂ. ഒന്നാമത്തെ നമുക്ക് നോക്കാം, നെയിം 2 ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഡയാലിസിസ്? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഡയാലിസിസ്? ഹീമോഡയാലിസിസും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എന്താണ്, നെയിം ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ ബോഡി ബൈ യൂസിങ് എൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്? അപ്പൊ ഇതിൽ പ്രധാനമായി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് പറയാം. ബൈ യൂസിങ് എ ഹീമോഡയാലിസിസ് മെത്തേഡ്. ഹീമോഡയാലിസിസ് എന്താണെന്നുള്ളത് ഒരു മാർക്ക്, ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണോ അതോ ഒരു സെന്റൻസ് ആണോ എന്ന് വ്യക്തമല്ല ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇത് 1 വേർഡ് ആക്കി ചുരുക്കാതെ ഒരു സെന്റൻസ് എങ്കിലും എഴുതാം. എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന്, ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഹീമോഡയാലിസിസ് മെത്തേഡ്, അല്ലെ? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസിനെ കുറിച്ചാണ്, അത് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ല. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ വയറിന്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത്. അതേസമയം ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ പുറമെ നമ്മൾ ഡയലൈസർ മെംബ്രെയിൻ വെച്ച് പുറമെ, അപ്പൊ ഹീമോഡയാലിസിസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹീമോഡയാലിസിസിൽ ഒരു ഡയലൈസർ മെംബ്രെയിൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ആ ഡയലൈസർ മെംബ്രെയിൻ എന്ന് പറയുന്ന ആ സാധനത്തിനാണ്, അതിന് പറഞ്ഞ പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി. ഓക്കെ, അതിനുള്ളിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡയാലിസിസ് മെറ്റീരിയലും എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ എക്സസ് ഉള്ള സോഡിയം, പൊട്ടാസ്യം, ലിഥിയം അതേപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ വാട്ടർ ഒക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡയാലിസിസ് സൊല്യൂഷനിലേക്ക് ലയിക്കുകയും അങ്ങനെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി അടുത്ത റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിനെ കുറിച്ച് ഷോർട്ട് നോട്ട്. അപ്പൊ ഷോർട്ട് നോട്ട് ഉദ്ദേശിച്ചത് പാരഗ്രാഫ് ആണ്. അപ്പൊ മിനിമം 3 മാർക്കാകുമ്പോൾ 3 സെന്റൻസ് എങ്കിലും നിങ്ങൾ എഴുതണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതിന്റെ ചിത്രം വരയ്ക്കാൻ പറ്റും, ചെറിയൊരു ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റും. ആ ഡയാലിസിസ് മെംബ്രെയിന്റെ ഒരു ചിത്രം, ഡയാലിസിസ് മെംബ്രെയിൻ ഉണ്ടല്ലോ, ഇന്നോ ഔട്ടൊക്കെ, അതെങ്കിലും വരയ്ക്കണം ഈ എന്താണ് ഹീമോഡയാലിസിസിന്റെ മെത്തേഡിന്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ഹീമോഡയാലിസിസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതുക? ആദ്യം പിന്നെ 2 പോയിന്റ് ഹീമോഡയാലിസിസ് എന്താണെന്ന് എഴുതാം. രണ്ടാമത് അടുത്ത പോയിന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് എഴുതാം. ഇത് രണ്ടും എന്താണെന്ന് എഴുതിയാൽ തന്നെ എന്താ ഇതിന് ഡിഫറൻസ് ആയി. ഓക്കെ, നെയിം ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡയാലിസിസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ടു സബ്സ്റ്റാൻഷിയസ് യുവർ ആൻസർ. അതായത് ഡയാലിസിസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇതിൽ ഡയാലിസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞു ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഓസ്മോസിസ്, നമ്മളത് പറഞ്ഞിരുന്നു സംഭവം. വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിൽ പ്രധാനമായും വരുന്ന ഒന്ന് ട്രാൻസ്ഫ്യൂഷൻ ആണ്, രണ്ടാമത്തെ ഓസ്മോസിസ് ആണ്, പിന്നെ അതുപോലെ ഡിഫ്യൂഷൻ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ട്രാൻസ്ഫ്യൂഷൻ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഡയാലിസിസിന്റെ മെംബ്രെയിനിൽ നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, അതിലുള്ള കമ്പോണന്റുകൾ മൂവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ പുഴവക്കിലൊക്കെ നമ്മൾ കുളിക്കാൻ ഇറങ്ങൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ചളിയാവും അല്ലേ? ആ ചളിവെള്ളം എന്ത് ചെയ്യും, നല്ല വെള്ളത്തിലേക്ക് കലരൂലേ? അതിനാണ് നമ്മൾ എന്താ പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ചളിയുടെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ചളി കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും അല്ലെ? അതെന്ത് ചെയ്യും, ഇങ്ങനെ അതിന്റെ ചളിയുടെ കമ്പോണന്റുകൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മെംബ്രെയിനിൽ ഓസ്മോസിസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചെറിയ പോറസ് പോലത്തുള്ള ചെറിയ ഹോൾസ് ഉണ്ടാവും. നമ്മുടെ ഡയാലിസിസ് മെംബ്രെയിനിലേക്ക് ആ ചെറിയ ഹോൾസ് ഉണ്ട്.
അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ പറയുന്ന ഡയാലിസിസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന് നോട്ട്സ് തന്നിട്ടില്ല എന്നൊക്കെ തോന്നുന്നു, അത് നോട്ട്സ് ഞാൻ തരാം. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹീമോഡയാലിസിസ് മെത്തേഡ്. ഡയഗ്രത്തിന്റെ സഹായത്തോടെ ഹീമോഡയാലിസിസ് മെത്തേഡ് വിശദീകരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്ന, നമ്മൾ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഹീമോഡയാലിസിന്റെ, ആ ഡയഗ്രാം വെച്ചുകൊണ്ട് പിന്നെ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതല്ലെങ്കിൽ വേറൊരു ഡയഗ്രാം തരാം. ഏത്, ഒരു ചെറിയ ഒരു ഡയാലൈസർ മെംബ്രെയിൻ മാത്രം, അത് നിങ്ങൾ വരച്ചിട്ടുണ്ടോ? ഡയാലൈസർ മെംബ്രെയിൻ മാത്രം ഇന്നും ഔട്ടും ഉള്ള സംഭവങ്ങൾ വരച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എങ്കിൽ അതിന്റെ ഒരു ഡയഗ്രാം തരാം. അപ്പൊ അതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും ആ ഡയാലൈസർ മെംബ്രെയിൻ വരയ്ക്കാൻ. മറ്റേത് നിങ്ങളിപ്പോ വരച്ച ഹീമോഡയാലിസിസ് നിങ്ങളിപ്പോ വരച്ചത് ഒരു പേഷ്യന്റിന്റെ ശരീരം, പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ വരച്ചിട്ടുള്ളത്? അതാണ് നിങ്ങൾ വരച്ചിട്ടുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് വരയ്ക്കാൻ. കുറച്ച് എളുപ്പമുള്ള ഒരു ഡയഗ്രാം തരാം. ഓക്കെ, നൗ 7th, നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ. ഏതൊക്കെ തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം പറയാം, ഹീമോഡയാലിസിസ് ഉണ്ട്, പെരിട്ടോൺ ഡയാലിസിസ് ഉണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നന്നായി വിശദീകരിക്കുക. ഡയാലിസിസിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പെരിട്ടോൺ ഡയാലിസിസ്, ഹീമോഡയാലിസിസും അതിന്റെ പ്രിൻസിപ്പിളും. ആ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം, അതിലൊന്നും ഒഴിവാക്കാനില്ല. പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഡയാലിസിസ്. ഡയാലിസിസ് എന്താണെന്ന് വിശദീകരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഹീമോഡയാലിസിസ് ചോദിച്ചു. 9th, വാട്ട്സ് ദി നീഡ് ഓഫ് ഡയാലിസിസ്. ഡയാലിസിസിന്റെ ആവശ്യകത എന്താണ്, അത് നമുക്ക് അപ്പൊ അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? ബ്ലഡിന്റെ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു പാരഗ്രാഫ് എഴുതി ഓർമ്മ ഉണ്ടോ? ഇല്ലേ? പറഞ്ഞുപോയോ? ഞാൻ പറയാം. Dialysis is a process of removing waste and excess water from the blood and is used primarily as an artificial replacement for loss of kidney function in people with kidney failure. Severe dysfunction of kidney is treated by dialysis. Dialysis is carried out by the machine called artificial kidney. അപ്പോൾ ഡയാലിസിസിനെ കുറിച്ച് ഇങ്ങനെ നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്ത് ഡയാലിസിസ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഓക്കെ, പിന്നെതാ നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ടുണ്ടല്ലോ. ഹീമോഡയാലിസിസിന്റെ ഒരു ഡയഗ്രാം തന്നിട്ടില്ലേ? ആരോ തന്നിട്ടുണ്ട് കേട്ടോ. ആ ചിത്രമാണ് വരയ്ക്കേണ്ടത്. ആ ചിത്രം ഇപ്പോൾ കുത്തനെയുള്ളതൊന്ന് വലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇപ്പൊ ഇങ്ങനെ തന്നെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ച് വലിയ ചിത്രല്ലേ? ആ ഒരു പേഷ്യന്റ്, ഒരു ലേഡി നിൽക്കുന്നതും കുറെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സാധനം, അതല്ല ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഹീമോഡയാലിസിന്റെ ഒരു ചിത്രം. ഇല്ലെങ്കിൽ ഞാനത് നിങ്ങൾക്കത് നോട്ട്സ് തന്നിട്ടില്ല, ചിലപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്തായിരിക്കും. ഞാനത് നിങ്ങൾക്ക് എന്തായാലും പോസ്റ്റ് ചെയ്തുതരാം. ഓക്കെ, ആ ചിത്രം അത് വരച്ചാൽ മതി. അതാവുമ്പോൾ എന്താ കറക്റ്റ് സാധനമാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ബോഡി പേഷ്യന്റിന്റെ ആ സംഭവം വരച്ചാലും മതി. അത് വലിയ പണിയൊന്നുമില്ല. സംഭവം ഉണ്ടോ? ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, നീല ബ്ലഡ് പുറത്തേക്ക് വരുന്നു, ഒരു ഡയാലൈസർ മെമ്പറിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു, തിരിച്ചു പോകുന്നു, തിരിച്ച് പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, അത് വരച്ചാലും മതി കേട്ടോ. അത് തന്നെ മതി. അതാകുമ്പോൾ എല്ലാവരും കോമൺ ആവും, കുറച്ചുകൂടി വ്യക്തമാവും സംഭവം. പേഷ്യന്റിന് എവിടെ നിന്നാണ് വരുന്നത്, എവിടത്തേക്കാണ് പോകണം എന്നുള്ള കാര്യം വ്യക്തമാവും. അപ്പൊ ആ ഡയഗ്രാം തന്നെ വരച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ യൂണിറ്റ് 6, ചാപ്റ്റർ 6, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ്. തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചുള്ള ചാപ്റ്ററിൽ വരാൻ ഇപ്പൊ ഇതൊക്കെ ഏതെങ്കിലും പിന്നെ അതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്, കാണാൻ പിന്നെ ചെയ്തു തരുന്നത്. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പാൻഡ് ടെൻസ്. ടെൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് ടെൻസ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏറ്റവും അവസാനം ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം പഠിച്ചതാണ്. എന്താണ് ടെൻസ്? ട്രാൻസ്ക്യൂട്ടേനിയസ്, ഇലക്ട്രിക്കൽ, നെർവ്, സ്റ്റിമുലേറ്റ്. അപ്പൊ ഇതേപോലുള്ള എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, EMS എന്താണെന്ന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ് ഡയാതെർമി. മൈക്രോവേവ് ഡയാതെർമിന്റെ ഫ്രീക്വൻസി എത്രയാണ്? അപ്പൊ നിങ്ങൾ എന്താ ഇതേപോലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. മൈക്രോവേവിന്റെ ഫ്രീക്വൻസി എത്ര എന്നുള്ളതിന്റെ ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ അത് വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം കേട്ടോ. മൈക്രോവേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണ 300 MHz to 30,000 MHz ആണ്. ആ ഫ്രീക്വൻസി നമ്മളെ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. 300 MHz മുതൽ 30,000 MHz വരെയാണ് എന്താ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
Okay, what's the next question? Which type of equipment are used for the treatment of arthritis? ആർത്രൈറ്റിസിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഏതാണ്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താ? ഈ ജോയിന്റിൽ മുട്ടുകാലിൽ വേദന, ആ ജോയിന്റ്സ് ഒക്കെ അത് നമ്മൾ എവിടെ പഠിച്ച ഓർമ്മയുണ്ടോ? ഏതാണ്? ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് അല്ലേ? ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ്, അതായത് സർജിക്കൽ ഡയാതെർമി മെഷീനാണ് പ്രധാനമായും നമ്മൾ പഠിച്ചത്. അതിൽ ഉദാഹരണമാണ് ഷോർട്ട് വേവ് ഡയാതെർമി മെഷീൻ. ഏതാണ്? ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഷോർട്ട് വേവ് ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്യൂമറേറ്റ് ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ്. ഫിസിയോതെറാപ്പി എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരുപാട് ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഒരുപാട് ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ളതാണ് എന്ത്, പിന്നെ ഷോർട്ട് വേവ് ഡയാതെർമി, അതുപോലെ മൈക്രോവേവ് ഡയാതെർമി, അൾട്രാസൗണ്ട് ഡയാതെർമി. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ്, പിന്നെ അതുപോലെ എക്സ്റ്റേണൽ മസിൽ സ്റ്റിമുലേറ്റർ പഠിച്ചു, എക്സ്റ്റേണൽ നെർവ് സ്റ്റിമുലേറ്റർ പഠിച്ചു. ഇതൊക്കെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ്. ഇന്റർഫറൻഷ്യൽ തെറാപ്പി എന്താണെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ എന്താണെന്ന് പഠിച്ചു, മാഗ്നറ്റിക് സ്റ്റിമുലേറ്റർ എന്താണെന്ന് പഠിച്ചു, ഇൻഫ്രാറെഡ് ക്യൂറിംഗ് ലാമ്പ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, ഫിസിയോതെറാപ്പി എക്യുപ്മെന്റുകളാണ്. അപ്പൊ ചോദിക്കും ലിസ്റ്റ് ഓഫ് ദി വേരിയസ് ടൈപ്സ് ഓഫ് ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പൊ അതിലുള്ള ഈ നമ്മളെല്ലാ എക്യുപ്മെന്റ്സിന്റെ എന്ത് ചെയ്യുക, പേര് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സ്. അപ്പൊ ഇതേപോലെ തന്നെ റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ദർ ആർ ലോട്ട്സ് ഓഫ് റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യാം പറയാം. അപ്പൊ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണുള്ളത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചു. ഇതെല്ലാം പഠിച്ചാണ് എച്ച് വി എക്സ്റേ മെഷീൻ പഠിച്ചു, ബീറ്റാട്രോൺ പഠിച്ചു, ലീനിയർ ആക്സിലേറ്റർ പഠിച്ചു, പിന്നെ ഇന്റൻസിറ്റി മോഡുലേറ്റർ റേഡിയേഷൻ തെറാപ്പി പഠിച്ചു, പിന്നെ അതുപോലെ ഗാമ നൈഫ് റേഡിയോ സർജറി മെഷീൻ പഠിച്ചു, അതുപോലെ പിന്നെ സൈബർ നൈഫ് റോബോട്ടിക് റേഡിയോ സർജറി പഠിച്ചു, അതുപോലെ ബ്രാക്കി തെറാപ്പി പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, നമ്മളൊരു റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. റേഡിയോ തെറാപ്പിയും ഫോട്ടോ തെറാപ്പിയും തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആദ്യത്തെ 7 എക്യുപ്മെന്റുകൾ ഏതാണ്, റേഡിയോ തെറാപ്പി എക്യുപ്മെന്റുകളാണ്. ഓക്കെ, അവസാനം പഠിച്ചാണ് എന്ത് നമ്മൾ പഠിക്കുന്നത്, പിന്നെ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, റേഡിയോ തെറാപ്പി ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് യൂസിംഗ് റേഡിയേഷൻ. സേ ട്രൂ ഓർ ഫാൾസ്, എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ട്രൂ ആണോ ഫാൾസ് ആണോ? റേഡിയോ തെറാപ്പി ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് യൂസിംഗ് റേഡിയേഷൻ. റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് റേഡിയോ തെറാപ്പി ചെയ്യുന്നത്. ശരിയോ തെറ്റോ? റേഡിയോ തെറാപ്പി ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് യൂസിംഗ് റേഡിയേഷൻ. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി വലുതാക്കണോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് റേഡിയോ തെറാപ്പി ചെയ്യുന്നത്. ശരിയാണോ തെറ്റാണോ? എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അവിടെ പറഞ്ഞു പോവല്ല, ശ്രദ്ധിക്കണേ. അടുത്ത ചൊവ്വാഴ്ചത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ശരിയാണോ തെറ്റാണോ? പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ശരിയാണ്, റേഡിയേഷൻ തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ചിലതിൽ എക്സ്റേസ് ഉപയോഗിക്കുന്നു, ചിലതിൽ ഫോട്ടോൺസ് ഉപയോഗിക്കുന്നു, ചിലതിൽ ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്നു, ചിലതിൽ ഫോട്ടോൺസ് ഉപയോഗിക്കുന്നു, ചിലതിൽ ഗാമ ഉപയോഗിക്കുന്നു. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് ആൻഡ് ഫോട്ടോതെറാപ്പി. ഫോട്ടോതെറാപ്പിയും ഫിസിയോതെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫോട്ടോതെറാപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫിസിയോതെറാപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലേ? ഫോട്ടോതെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? യെസ്, ഫോട്ടോതെറാപ്പി എക്യുപ്മെന്റ്സ് നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂബോൺ ബേബിയുടെ പിന്നെ എന്താണ് ജോണ്ടിസ് അല്ലെ, ജോണ്ടിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജോണ്ടിസ് കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോതെറാപ്പി എക്യുപ്മെന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേസമയം ഫിസിയോതെറാപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവോ ഒടിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അതിനെ നേരാക്കാൻ വേണ്ടി, അതിനെ നീർക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ഫിസിയോതെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാളുടെ കൈയിൻ്റെ സ്വാധീനം കുറയുന്നു, അപ്പോൾ സ്വാധീനം കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പലതരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ഫിസിയോതെറാപ്പിയിലാണത്. ഫോട്ടോതെറാപ്പിയിൽ എന്താണ് വരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഒരു ചെറിയ ട്രേയിൽ ഒരു കുട്ടീനെ വെച്ചുകൊണ്ട് ആ കുട്ടീൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്നത്, അതാണ് നമ്മൾ ഫോട്ടോതെറാപ്പി. അത് കുട്ടിയുടെ ശരീരത്തിലുള്ള ബിൽഡ്രുബിൻ കണ്ടന്റ് കുറച്ചിട്ട് ജോണ്ടിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫോട്ടോതെറാപ്പി യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്നറ്റോതെറാപ്പി മേക്സ് യൂസ് ഓഫ് മാഗ്നറ്റ്സ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദിസ്. മാഗ്നറ്റോതെറാപ്പി എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചൊരു സംഭവം ഉണ്ട് അല്ലേ,
മാഗ്നറ്റോ തെറാപ്പി എന്നുള്ള അതിനെക്കുറിച്ച് ഒരു നോട്ട്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം 2 റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സ്. ഏതെങ്കിലും 2 റേഡിയോ തെറാപ്പി എക്യുപ്മെന്റ്സിന്റെ പേരെഴുതാം. 2 മാർക്കാണ്. അതിൽ നമുക്ക് ലിനാക്ക് എഴുതാം, അല്ലെങ്കിൽ മറ്റേ ഇത് എഴുതാം, എന്താണ് ഗാമ നൈഫ് എഴുതാം, അല്ലെങ്കിൽ സൈബർ നൈഫ് എഴുതാം, HVX റേഡിയേഷൻ എഴുതാം. ഓക്കെ, നെയിം 2 ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്. ഷോർട്ട് വേവ് ഡയാതെർമി, അതുപോലെ മൈക്രോവേവ് ഡയാതെർമി എക്യുപ്മെന്റ്സ് നമുക്ക് എഴുതാം. പിന്നെ 11th ക്വസ്റ്റ്യൻസ് എന്താണ്? റേഡിയോ തെറാപ്പി ടെക്നിക്സ് ഈസ് ഓഫ് അപ്ലൈയിങ് ഡാഷ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസ്. എന്താണ് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റേഡിയോ തെറാപ്പി ഈസ് എ ടെക്നിക് ഓഫ് അപ്ലൈയിങ് ഡാഷ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസ്. എന്താ ഡാഷിൽ എന്താ നമ്മൾ കൊടുക്കുക? യെസ്, റേഡിയേഷൻ ഫോർ ദ തെറാപ്യൂട്ടിക് പർപ്പസ്. യെസ്, കറക്റ്റ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ 2 റേഡിയേഷൻ സോഴ്സസ് ഓഫ് റേഡിയേഷൻ തെറാപ്പി ആപ്ലിക്കേഷൻ. റേഡിയേഷൻ തെറാപ്പി ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള റേഡിയേഷനുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്ന് ഗാമ റേസ് പറയാം, അല്ലെ? ഗാമ റേഡിയേഷൻ പറയാം, എക്സ് റേഡിയേഷൻ പറയാം, ഇലക്ട്രോൺ ബീം പറയാം. ഓക്കെ, ഇത് 3 ഒന്ന് തീർച്ചയായും നമുക്ക് പറയാം. ഓക്കെ, ലിസ്റ്റ് ഔട്ട് റേഡിയേഷൻ തെറാപ്പി എക്യുപ്മെന്റ്. 4 തരത്തിലുള്ള റേഡിയേഷൻ തെറാപ്പി എക്യുപ്മെന്റ്സ് പറയുക. ഏതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു? HVX, ബീറ്റാട്രോൺ, ലിനാക് ലീനിയർ ആക്സിലറേറ്റർ, സൈബർ നൈഫ്, ഗാമ നൈഫ് എന്ന് പറയുന്ന സാധനങ്ങൾ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ലീനിയർ ആക്സിലറേറ്റർ. ലീനിയർ ആക്സിലറേറ്ററിനെ കുറിച്ച് വിശദീകരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ നോട്ട്സ് തന്നിട്ടുണ്ട്. എന്താണ് ലീനിയർ ആക്സിലറേറ്റർ എന്നുള്ളത്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ലിനാക്കിന്റെ എക്സ്പാൻഷൻ ചോദിക്കാം, ലിനാക്ക്. ഓക്കെ, പിന്നെ അതുപോലെ ഗാമ നൈഫ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. അത് 2 മാർക്ക് ചോദിക്കാവുന്നതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ഷോർട്ട് വേവ് ഡയാതെർമി. ഷോർട്ട് വേവ് ഡയാതെർമിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. എന്താണ് ഷോർട്ട് വേവ് ഡയാതെർമിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ്. ഓക്കെ, ഷോർട്ട് വേവ് ഡയാതെർമി എന്നാൽ ഷോർട്ട് വേവ് ഡയാതെർമി ഷോർട്ട് വേവ് റേഡിയോ ഫ്രീക്വൻസീസ് ഇൻ ദ റേഞ്ച് ഓഫ് 1 to 100 MHz. ഒന്ന് ഷോർട്ട് വേവ് ഡയാതെർമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് ആണ്, അല്ലെ? അതിന്റെ ഫ്രീക്വൻസി എന്നുള്ളത് 1 to 100 MHz ആണ്. ആസ് എ ഹൈ ഫ്രീക്വൻസി വേവ്സ് ട്രാവൽസ് ത്രൂ ദ ബോഡി ടിഷ്യൂ. നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ ആ ഹൈ ഫ്രീക്വൻസി ടിഷ്യൂ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാവൽ ത്രൂ ദ ബോഡി ടിഷ്യൂ ബിറ്റ്വീൻ ദ കണ്ടൻസേഴ്സ് ഓഫ് ദ കോയിൽ. അപ്പൊ അതിനുള്ളിൽ കുറെ കണ്ടൻസറുകളും കോയിലുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദേ കൺവേർട്ടഡ് ഇൻ ടു ദ ഹീറ്റ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ 1 to 100 MHz എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ചൂടുണ്ടാകുന്നു. ദ ഡിഗ്രി ഓഫ് ഹീറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. എന്തുമാത്രം ചൂട് അവിടെ ഉണ്ടാവുന്നുവോ, അല്ലെങ്കിൽ അത് എന്തുമാത്രം ആഴത്തിലേക്ക് ആ ചൂട് പോകുന്നു എന്നുള്ള എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ടിഷ്യൂ. ടിഷ്യൂ എങ്ങനെയാണ്? ടിഷ്യൂ മീൻസ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഷോർട്ട് വേവ് ഡയാതെർമി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഷോർട്ട് വേവ് ഡയാതെർമി യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡീപ് മസിൽ ആൻഡ് ജോയിന്റ്സ് ദാറ്റ് ആർ കവേർഡ് വിത്ത് ദ ഹെവി സോഫ്റ്റ് ടിഷ്യൂ masses, ഫോർ എക്സാമ്പിൾ ദ ഹിപ്പ്. ഷോർട്ട് വേവ് ഡയാതെർമി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ട്രീറ്റ്മെന്റ് ഫോർ ദ ഡീപ് മസിൽസ് ആൻഡ് ജോയിന്റ്സ്. ഡീപ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ മാംസമുള്ള ഭാഗമാണ് നമ്മുടെ അരക്കെട്ട് ഭാഗം എന്നുള്ളത്, അല്ലെ? ആ ഭാഗത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള എന്തെങ്കിലും ജോയിന്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഷോർട്ട് വേവ് ഡയാതെർമി. ഓക്കെ, അപ്പൊ അതാണ് ഷോർട്ട് വേവ് ഡയാതെർമിയുടെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഷോർട്ട് വേവ് ഡയാതെർമി മെഷീൻ. ഷോർട്ട് വേവ് ഡയാതെർമിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നാം ഇപ്പൊ പറഞ്ഞത്. ഏതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അതാണ് ആസ് എ ഹൈ ഫ്രീക്വൻസി വേവ്സ് ട്രാവൽസ് ത്രൂ ദ ബോഡി ടിഷ്യൂ ബിറ്റ്വീൻ ദ കണ്ടൻസേഴ്സ് ഓഫ് കോയിൽ ദേ ആർ കൺവേർട്ടഡ് ഹീറ്റ്. ദ ഡിഗ്രി ഓഫ് ഹീറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ depends upon the part on the absorptive and resistant properties of the tissue that the wave encounter. ഓക്കെ, ഇതാണ് എന്ത്? അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഒരു ഫ്രീക്വൻസിയുടെ കാര്യങ്ങൾ എഴുതിയാൽ കംപ്ലീറ്റ് ആയി. ഇതാണ് എന്ത്? ഷോർട്ട് വേവ് ഡയാതെർമിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്. ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറയാം. ഇതിലിപ്പോ ഏതെങ്കിലും കുറച്ച് ഒരു 4 ലിസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും 2 എക്യുപ്മെന്റ്സ് കുറിച്ച് പഠിക്കുക. ലിസ്റ്റ് ഓഫ് 4 അപ്ലിക്കേഷൻസ് ഓഫ് നെർവ് സ്റ്റിമുലേറ്റേഴ്സ്. നെർവ് സ്റ്റിമുലേറ്റേഴ്സിന്റെ അപ്ലിക്കേഷനുകൾ എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെർവ് സ്റ്റിമുലേറ്റേഴ്സിന്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? നെർവ് സ്റ്റിമുലേഷൻ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നെർവ് സ്റ്റിമുലേഷൻസിന്റെ അപ്ലിക്കേഷൻസ്
യെസ്, നമ്മൾ നെർവ് സ്റ്റിമുലേഷൻ പറയുന്നത് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ. TENS is a use of electric current produced by a device to stimulate the nerves for therapeutic purpose. നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ത് പർപ്പസിന്? തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? TENS എന്ന് പറയുന്ന ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ ഉപയോഗിക്കുന്നത്. EMS and TENS device look similar with both using long electrical lead wires and electrodes. നമ്മുടെ മസിൽ സിമുലേറ്ററും അതുപോലെ നെർവ് സിമുലേറ്റർ കണ്ട ഒരുപോലെ ഇരിക്കും, ഒരുപോലെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. TENS is for blocking pain. പെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് TENS, അതായത് നെർവ് സിമുലേറ്റർ ഉപയോഗിക്കുന്നത്. whereas EMS is for stimulating muscles. മസിൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, EMS ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ TENS എന്താണെന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലിസ്റ്റ് ഓഫ് ദ 4 ആപ്ലിക്കേഷൻ ഓഫ് നെർവ് സ്റ്റിമുലേറ്റേഴ്സ്. നെർവ് സ്റ്റിമുലേറ്റേഴ്സിന് 4 ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് നോട്ട്സ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാനത് നോട്ട്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്കത് ഞാനത് തരാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി 2 ക്വസ്റ്റ്യനും കൂടി, അത് 2 ക്വസ്റ്റ്യനും കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻസ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ 4 മാർക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. ഒന്നാമത്തെ EMS. വലത് സൈഡിൽ എന്താ? EMS എന്താ? എക്സ്റ്റേണൽ മസിൽ ന്യൂറോ മസ്കുലാർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റർ ആണ് അല്ലെ EMS, ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേറ്റർ ആണ്. ഓക്കെ, പിന്നെ അതിന്റെ എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിലാക്സേഷൻ ഫോർ മസിൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ, അതിന് റിലാക്സ് ചെയ്യാം. രണ്ടാമത്തെ ലിനാക്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? എക്സ് റേഡിയേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ക്യാൻസർ ഉണ്ടാക്കാനല്ല, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. അതാണ് നമ്മൾ റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ക്യാൻസർ ട്രീറ്റ്മെന്റായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, 4ാമത്തെ ഫോട്ടോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് എന്തെല്ലാം? ഫ്ലോറസൻ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ജോണ്ടിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 4ാമത്താണ് TENS എന്നുള്ള അതിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബ്ലോക്കിംഗ് പെയിൻ. ഇലക്ട്രിക്കൽ ഇമ്പൾസ് കൊടുക്കുന്ന പെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി.